ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ number 22. 22nd question പറഞ്ഞിരിക്കുന്നത് എന്താണ്? The magnetic flux linked with the coil in Weber is given by the equation phi is equal to 5t square a plus 3t plus 16. The induced EMF in the coil at time t is equal to 4 is equal to VB. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മൾ ഇതിനകത്ത് അറിയേണ്ട കാര്യം വെച്ചാൽ induced EMF in the equation, induced EMF E is equal to minus d phi divided by dt, minus d phi by dt. That means it is equal to minus d by dt of phi യുടെ വാല്യൂ എത്രയാണ്? 5t square plus 3t plus 16. ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എത്രയാണ്? മൈനസ് ഓഫ് 10t plus 3. t യുടെ വാല്യൂ എത്ര സെക്കൻഡ്സ് എന്നാ പറഞ്ഞിരിക്കുന്നത്? 4 seconds. t യുടെ വാല്യൂ 4 seconds സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആൻസർ ഈസ് മൈനസ് 43 വോൾട്ട്. ഇനി നമ്മൾ ഇതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ ആയിരിക്കും. ഫൈയുടെ വാല്യൂ തരുന്നത് ഇങ്ങനെയായിരിക്കും: 5t സ്ക്വയർ പ്ലസ് 3t പ്ലസ് 16 മില്ലി വെബർ എന്ന് എഴുതിയിട്ടുണ്ടാവും. മില്ലി വെബർ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓർക്കുക, ഇവിടെ എഴുതുമ്പോൾ × 10⁻³ വരണം മില്ലി. ഇവിടെ എഴുതുമ്പോൾ അതിന്റെ ആൻസർ എന്തായിട്ട് മാറും? ദാറ്റ് ഈസ് ഈക്വൽ ടു മില്ലി വോൾട്ട് എന്ന് എഴുതണം. അത് ചിലപ്പോൾ നമ്മൾ വിട്ടുപോകും. അവിടെ ആൻസറിനകത്ത് -43 വോൾട്ടും ഉണ്ടാവും, -43 മില്ലി വോൾട്ടും ഉണ്ടാവും. അപ്പൊ നമുക്ക് തെറ്റാൻ ചാൻസ് ഉണ്ട്. അവിടെ മില്ലി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ശ്രദ്ധിച്ചോളൂ. ഇനി ഒരു കാര്യം കൂടെ ചിന്തിക്കുക. നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഓപ്ഷനകത്ത് കൊടുത്തിരിക്കുന്ന ആൻസറുകൾ 43 വോൾട്ട്, ബി ചോയ്സ് 21 വോൾട്ട്, സി ചോയ്സ് 0 വോൾട്ട് ആൻഡ് ഡി ചോയ്സ് ഇസ് ഈക്വൽ ടു 29 വോൾട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ആൻസർ. അവിടെ നെഗറ്റീവ് വേണമെന്നില്ല. അവര് എന്തു മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ? മാഗ്നിറ്റ്യൂഡ് മാത്രം. എന്നാൽ 43യും -43 ഉണ്ടെന്ന് കരുതുക. 43യും -43 വോൾട്ട് ഉണ്ടെങ്കിൽ -43 തന്നെ എഴുതണം. മൈനസ് എഴുതണമെന്നല്ല, ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ -43 ആയതുകൊണ്ട് അത് തന്നെ എഴുതണം. ചിലപ്പോൾ ഇതിന്റെ വാല്യൂ, ഇതിനകത്തുള്ള വാല്യൂ -5 വരും. മൈനസോ മൈനസ് എന്തായിട്ട് മാറാം, പ്ലസ് ഏതാണെന്ന് വെച്ചു അതിനനുസരിച്ച് ശ്രദ്ധിച്ചെഴുതണം. ചിലതിനകത്ത് 43യും -43 ഉണ്ടെങ്കിൽ -43 എന്ന് എഴുതാം. -43 ഇല്ല എന്നുണ്ടെങ്കിൽ 43 വോൾട്ട് എടുത്ത് എഴുതാം. അതാണ് ഇതിന്റെ ആൻസർ. അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ -43 വോൾട്ട് ആണ്. സെക്കൻഡ് ഓപ്ഷൻ ഈസ് സെക്കൻഡ്. അടുത്തത് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 23. 23rd question എന്താ പറഞ്ഞിരിക്കുന്നത്? Which of the following graph represents a variation of current I with the frequency of an AC circuit containing pure capacitor? അപ്പോൾ ഒരു പ്യുവർ കപ്പാസിറ്റർ ആണെന്നുണ്ടെങ്കിൽ കറണ്ടിനുള്ള ഇക്വേഷൻ എന്തായിരിക്കണം? കറണ്ട് I is equal to voltage divided by XC. XC is the capacitive reactance. That is, it is equal to V divided by 1 by C omega. That is equal to VC omega. That is equal to VC into 2 pi F. അപ്പോൾ CV 2 pi save ആയതുകൊണ്ട് current is directly proportional to frequency. If A is directly proportional to B, then the graph between A and B is a straight line. Therefore, answer is this. This is the answer. എന്നാൽ ഇത് പ്യുവർ കപ്പാസിറ്ററിന് പകരം പ്യുവർ ഇൻഡക്ടർ ആയിരുന്നു എന്ന് കരുതുക. പ്യുവർ ഇൻഡക്ടർ ആയിരുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിച്ചാല്? ഇൻ ദ കേസ് ഓഫ് എ പ്യുവർ ഇൻഡക്ടർ, കറണ്ട് I is equal to V divided by XL and XL is equal to എന്തായിരിക്കണം? XL is equal to L omega. That is equal to V divided by L into 2 pi F. That is, current is inversely proportional to frequency. A is inversely proportional to B ആണെങ്കിൽ ഇതായിരുന്നു ഗ്രാഫ് വരേണ്ടിയിരുന്നത്. ഇപ്പൊ കപ്പാസിറ്റർ ആണെങ്കിൽ ഗ്രാഫിന്റെ ഷേപ്പ് ഇതും, ഇൻഡക്ടർ ആയിരുന്നുവെങ്കിൽ ഗ്രാഫിന്റെ ഷേപ്പ് ഇതും. അതും പഠിച്ചു വയ്ക്കാതിരിക്കുന്നു. ഇപ്പൊ 23rd ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നമുക്ക് നെക്സ്റ്റ് 24th ക്വസ്റ്റ്യൻ. 24th ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കോളൂ, ഒന്ന് വായിച്ചു നോക്കൂ. എന്താ 24th ക്വസ്റ്റ്യൻ? A 20 volt AC is supplied to a circuit consisting of a resistance and a coil with negligible resistance. അതായത് ഓരോ റെസിസ്റ്റൻസും ഒരു ഇൻഡക്ടറും കൂടി എടുത്ത് നമ്മൾ സീരീസിൽ കണക്ട് ചെയ്തിരിക്കും. അങ്ങനെ ഒരു വോൾട്ടേജ് സോഴ്സുമായിട്ട് കണക്ട് ചെയ്തിരിക്കും. ഇവന്റെ റെസിസ്റ്റൻസ് R ആണ്, ഇത് XL ആണ്, ഇതാണ് അപ്ലൈഡ് വോൾട്ടേജ്.
നമ്മൾ പഠിച്ചിട്ടുള്ള കണ്ടീഷൻ ഉണ്ട്. ഇൻ ദ കേസ് ഓഫ് ആൻ എ സി സർക്യൂട്ട് കണ്ടെയ്നിങ് ഇൻഡക്ടർ ആൻഡ് റെസിസ്റ്റൻസ് ദ റിസൾട്ടന്റ് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് VR സ്ക്വയർ പ്ലസ് VL സ്ക്വയർ. ഇവിടെ നമ്മളുടെ ക്വസ്റ്റ്യനകത്ത് അപ്ലൈഡ് വോൾട്ടേജ് തന്നിട്ട് 20 വോൾട്ട് ആണ്. റെസിസ്റ്റൻസിന് കിട്ടുന്ന വോൾട്ടേജ് നമുക്ക് പറഞ്ഞിട്ടുണ്ട് എത്രയാണ്? 12 വോൾട്ട് ആണ്. ദാറ്റ് ഈസ് 12 വോൾട്ട് 12 സ്ക്വയർ പ്ലസ് VL സ്ക്വയർ. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ കറക്റ്റ് ആൻസർ കിട്ടും. ദാറ്റ് ഈസ് 400 ഈസ് ഈക്വൽ ടു 144 പ്ലസ് VL സ്ക്വയർ. That is VL square is equal to 256. Therefore, VL is equal to 60. അപ്പോൾ അവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത് 16 വോൾട്ട് ആണ്. That is answer is equal to first one. Resultant voltage is root of VL square plus VC square. അതാണ് നമുക്ക് അതിന്റെ റിസൾട്ടന്റ് ആൻസർ. ശരി, നമുക്ക് ഇതിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യനകത്തേക്ക് പോകാം. നമ്മുടെ സെക്ഷൻ എയുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 25. വായിച്ചു നോക്കുക ക്വസ്റ്റ്യൻ. എന്താ ക്വസ്റ്റ്യൻ അത് പറഞ്ഞിരിക്കുന്നത്? ദ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് ആൻ EMF ആൻഡ് ദ കറന്റ് ഇൻ എ സീരീസ് AC സർക്യൂട്ട് ആർ E0 sin omega t and I is equal to I0 sin omega t plus pi by 3. അത് നോക്കുമ്പോഴേ നമ്മൾ മനസ്സിലാക്കണം, വോൾട്ടേജിനേക്കാളും കറണ്ട് ലീഡ് ചെയ്യുകയാണ്. വോൾട്ടേജിനേക്കാളും കറണ്ട് ലീഡ് ചെയ്യുന്നു. പ്ലസ് pi by 3 ഡിഗ്രി ലീഡ് ചെയ്യുന്നു. നമ്മൾ സാധാരണ ഇത് പഠിക്കുന്ന സമയത്ത് നമ്മൾ എഴുതുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. കറണ്ടിനെ എപ്പോഴും നമ്മൾ വരയ്ക്കുന്നത് റൈറ്റിലേക്ക്. വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റൻസ് VR-ന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്ക്. റിസൾട്ടന്റ് വോൾട്ടേജിനേക്കാൾ കറണ്ട് ലീഡ് ചെയ്യണമെങ്കിൽ ഇത് റിസൾട്ടന്റ് വോൾട്ടേജ് കറണ്ട് ലീഡ് ചെയ്യുന്നു. അപ്പോൾ റിസൾട്ടന്റ് വോൾട്ടേജ് ഇങ്ങോട്ട് വരണമെങ്കിൽ അതിന്റെ അർത്ഥം VC, താഴേക്കുള്ള വോൾട്ടേജ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് VC. അതെപ്പോഴും നമ്മൾ ഓർക്കുക, ഇതെപ്പോഴും നമ്മൾ ഓർക്കുക. കറണ്ടായി VR, VL ആൻഡ് VC. ഇത് മറന്നു പോകരുത്. I and VR are in the same direction. VC lags behind the voltage by 90 degree. VL leads over the. ഇങ്ങനെയാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മൾ എടുക്കുക. റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ട് എടുക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ കറണ്ടിനേക്കാൾ 90 ഡിഗ്രി മുമ്പിലാണ് VL, കറണ്ടിനേക്കാൾ 90 ഡിഗ്രി പുറകിലാണ് VC. കറണ്ടും VR-ഉം ഒരേ ഫേസിലാണ്. അപ്പൊ റിസൾട്ടന്റ് വോൾട്ടേജ് നമുക്ക് ഇങ്ങോട്ട് വരണമെങ്കിൽ, റിസൾട്ടന്റ് വോൾട്ടേജ് ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ pi by 3 കറണ്ട് ലീഡ് ചെയ്യണമെങ്കിൽ ഇവിടെ വരാനുള്ള വോൾട്ടേജ് ആരൊക്കെയാണ്? VR-ഉം VC-യും. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ CR സർക്യൂട്ട്. ഇത് ഒരു പോസിബിലിറ്റി. ഇനി ഒരു പോസിബിലിറ്റി ഉണ്ട്. 3 പേരുമുള്ള ഒരു സർക്യൂട്ട്, I, VR, VL ആൻഡ് VC. VL മുകളിൽ 3 പേരും. ഇവിടെ VL ലെസ് ആണെങ്കിൽ അല്ലെങ്കിൽ VC കൂടുതലാണെങ്കിൽ റിസൾട്ടന്റ് വോൾട്ടേജ് VC മൈനസ് VL താഴേക്ക് വരും. അതിന്റെയും ഇതിന്റെയും കൂടെ റിസൾട്ടന്റ് വോൾട്ടേജ് ഇങ്ങോട്ടേക്ക് വരും. ഇപ്പോഴും റിസൾട്ടന്റ് വോൾട്ടേജ് കറണ്ടിനേക്കാൾ pi by 3 പുറകിലാകാം. അപ്പൊ ഏതൊക്കെയാണ് പോസിബിലിറ്റീസ് ഇവിടെ ഉള്ളത്? ഒന്നെങ്കിൽ ഇത് RC സർക്യൂട്ട് ആയിരിക്കണം, അല്ലെങ്കിൽ ഇത് LCR സർക്യൂട്ട് വിത്ത് VC ഗ്രേറ്റർ ദാൻ VL. VL കൂടി പോയിരുന്നെങ്കിൽ റിസൾട്ടന്റ് ഇങ്ങോട്ട്, അപ്പോൾ വോൾട്ടേജ് ലീഡ് ചെയ്തത്. അതുകൊണ്ട് അത് കൂടാൻ പാടില്ല, VL കൂടാൻ പാടില്ല. VC ഗ്രേറ്റർ ആയ, അപ്പൊ റിസൾട്ടന്റ് വോൾട്ടേജ് എപ്പോഴും ഇങ്ങോട്ട് വരണം. ഇങ്ങോട്ട് വരണമെങ്കിൽ VC-യും VR-ഉം എഫക്റ്റീവിൽ വരണം. VC-യും VR-ഉം എഫക്റ്റീവ് വരണമെങ്കിൽ ഒന്നുകിൽ VC-യും VR-ഉം മാത്രമാകണം, അല്ലെങ്കിൽ VC-യും VR-ഉം VL-ഉം ഉണ്ടാകണം. പക്ഷെ VL-നേക്കാൾ കൂടുതൽ ആരായിരിക്കണം? VC. അപ്പൊ ഇൻ ദ കേസ് ഓഫ് ദിസ് ഈസ് ഇൻ ദ കേസ് ഓഫ്, അപ്പൊ നമ്മൾ ഇതിന്റെ ആൻസർ കൂടെ നമ്മൾ നോക്കുന്നു. അതിന്റെ കേസിൽ ആൻസർ എന്തായിരുന്നു? ഇതിന്റെ കേസിൽ ആൻസർ എന്ന് പറയുന്നത് this is a circuit can be RC or LCR circuit. RC-യും അല്ലെങ്കിൽ LCR സർക്യൂട്ടുകളാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ 25th ക്വസ്റ്റ്യൻ. ഇതോടുകൂടി നമ്മുടെ CBSE-കാരുടെ ഫസ്റ്റ് പാർട്ട് ക്വസ്റ്റ്യൻ കഴിയും, പാർട്ട് A കഴിയും. ഇനി നമുക്ക് പാർട്ട് B ആണ്. പാർട്ട് B നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഇത് ചെയ്യാം, സെക്കൻഡ് വീഡിയോയിൽ നമുക്ക് ചെയ്യാം. അപ്പൊ ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നല്ലോണം മനസ്സിലാക്കി വെക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ഈ നമ്മുടെ ഇതൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളത് മറ്റുള്ളവരുമായിട്ട്
മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, നമ്മുടെ ലിങ്ക് ഷെയർ ചെയ്യുക, അവർക്കൂടെ പ്രയോജനകരമാകട്ടെ. ഓക്കെ, ബൈ.